വയറ്റിലെപ്പോഴും ഗ്യാസാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു വീർത്ത് നിൽക്കുന്ന ഒരു കണ്ടീഷൻ, ഒരു ബ്ലോട്ടിംഗ് ആയിട്ട്, ഒരു ഹെവിനെസ് ആയിട്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലം ഫ്ലഷ് അടിച്ച് പോകാൻ ബുദ്ധിമുട്ട്. എപ്പോഴും അതിലിങ്ങനെ തങ്ങി നിൽക്കുന്ന, കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ വരിക. അതുമാത്രമല്ല മലത്തിൻ്റെ കളറ് ചിലപ്പോൾ ഒരു പെയിൽ കളർ, അല്ലെങ്കിൽ ഒരു വിളർത്തതുപോലെ ഒരു വൈറ്റിഷ് ആയിട്ട് എന്ത് ചെയ്യും നമുക്കതിൽ കാണാൻ പറ്റും. അതിന് കൂടെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, നല്ല ഒരു ബാഡ് സ്മെല്ല് എന്നുള്ളതിനേക്കാളും കൂടുതൽ മോശപ്പെട്ട സ്മെല്ല് എന്ത് ചെയ്യും നിനക്ക് വരും എന്നുള്ളതാണ്. ആക്ച്വലി പല ആളുകളിൽ നേരിടുന്നൊരു വെല്ലുവിളിയാണ് ഈ ഒരു പ്രശ്നം എന്നുള്ളത്. പലപ്പോഴും നമ്മളിതൊരു ഗ്യാസായിട്ട് അല്ലെങ്കിൽ ദഹനക്കേടായിട്ട് മാത്രം നമ്മൾ കരുതും, അല്ലെങ്കിൽ നമ്മളതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇഞ്ചി വെള്ളമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും നമ്മൾ കഴിച്ചു നോക്കും. പക്ഷേ ഇതിൻ്റെ പ്രധാന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറയുന്നത് പെരസ്റ്റോട്ടോറിയ എന്ന് പറയും. അതായത് ഫാറ്റിൻ്റെ ഒരു ഡൈജഷൻ അവിടെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതുമൂലമാണ് ആക്ച്വലി ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകൾ നേരിടുന്ന വെല്ലുവിളിയും കൂടി തന്നെയാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫാറ്റിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഈ ദഹന രസങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ബോഡിയിൽ ലക്ഷണങ്ങൾ കാണിക്കും, ഗ്യാസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഗ്യാസിന് പ്രശ്നമുള്ള ആളുകൾ ഇതാണോ അല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്താൻ എന്തൊക്കെ മാർഗ്ഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ആളുകളുടെ അസുഖങ്ങൾ നമുക്കെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ആളുകൾ നേരിടുന്ന പ്രശ്നമാണ് ഡോക്ടറെ, ഈ വയറ് നല്ല വീർക്കുന്നുണ്ട്, വിശപ്പ് കുറവാണ്, അതേപോലെ തന്നെ ചില സമയത്ത് ശോധന കൂടുതൽ, ഈ ശോധന പോയി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ മലം എന്താ അങ്ങനെ വെള്ളത്തിൽ ഫ്ലഷ് അടിച്ചാലും പോകാത്ത രീതിയിൽ കെട്ടിക്കിടക്കുക, ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്, അതുപോലെ തന്നെ തടി നല്ല രീതിയിൽ കുറഞ്ഞു വരിക, ക്ഷീണം നല്ലോണം വരിക, വിറ്റാമിൻ ഡിയും വിറ്റാമിൻ കെയും ഇങ്ങനെ ബുദ്ധിമുട്ട്, അതായത് കയ്യും കാലൊക്കെ വേദനകൾ, ജോയിൻറ്റ് പെയിനുകൾ നല്ലോണം വരിക, അതുപോലെ ബ്ലീഡിങ് ഒക്കെ വരിക, അതായത് നമ്മുടെ പല്ലൊക്കെ തേക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, നല്ല ബ്ലീഡിംഗ് ഒക്കെ വരുന്ന, അബ്നോർമലായിട്ട് ബ്ലീഡിംഗ് ഒക്കെ വരുന്ന ഒരവസ്ഥ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കണ്ടീഷനൊക്കെ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ബോഡിയിൽ ഫാറ്റ് മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നല്ല രീതിയിൽ നല്ല ഫാറ്റുകളൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഈ ഫാറ്റ് ഒന്നും ചെയ്യുന്നില്ല, ബോഡി അബ്സോർബ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫാറ്റ് പ്രോപ്പറായിട്ട് അത് ഡൈജഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന കണ്ടീഷനുകളിലാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ പൊതുവായിട്ട് കണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കില്ല. നമ്മളെന്താ ശ്രദ്ധിക്കുക, വയറ് വീർക്കുന്നുണ്ട്, ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, ഏമ്പക്കം വരുന്നുണ്ട്, വിശപ്പ് കുറവാണ്, ക്ഷീണം തോന്നുന്നുണ്ട്, തടി കുറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മളെന്താ ചെയ്തത്, അവന് ഗ്യാസ് കാരണമായിട്ട് വിശപ്പ് കുറവാണ്, വിശപ്പ് കുറഞ്ഞുകൊണ്ട് അവന് തടിയും കാര്യം പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാണെന്നുള്ളതാണ് നമ്മൾ അങ്ങനെ കാണും അല്ലേ. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, സ്ഥിരമായിട്ട് ഗ്യാസിൻ്റെ മരുന്ന് കുടിക്കുകയും ചെയ്യും. അത് റോങ്ങാണ്. അത് വളരെ വലിയൊരു മിസ്റ്റേക്ക് ആണെന്നുള്ളത് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള കണ്ടീഷനുകൾ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടല്ലോ, ആ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് നിങ്ങളിൽ ഉണ്ടാകുന്ന ഫാറ്റ് മെറ്റബോളിസം, നേരത്തെ പറഞ്ഞതാണ്, നിങ്ങളിൽ ഉണ്ടാകുന്ന ഫാറ്റ് മെറ്റബോളിസം അത് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഫാറ്റ് മെറ്റബോളിസം വളരെ ഇമ്പോർട്ടൻ്റാണ്. അതായത് എസ്പെഷ്യലി ഫാറ്റ് മെറ്റബോളിസം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാങ്ക്രിയാസിൻ്റെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. പാങ്ക്രിയാസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് പാങ്ക്രിയറ്റൈറ്റിസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്യൂമർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പാങ്ക്രിയാറ്റിക് എൻസൈം കുറയുന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എൻസൈംസുകൾ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഫാറ്റ് എന്ത് ചെയ്യുള്ളൂ, ഡൈജസ്റ്റഡ് ആവുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അത് പാങ്ക്രിയാസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതേപോലെ ചിലപ്പം അത് പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല, അത് പാങ്ക്രിയാസിൽ പറഞ്ഞതുപോലെ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ അതിൻ്റെ റിലീസ് ചെയ്യുന്ന ഡക്റ്റുകൾ ഉണ്ടാവും, അതിൻ്റെ ചെറിയ കുഴലുകളുണ്ടാവും. ആ കുഴലുകൾ ബ്ലോക്കായി കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് എൻസൈമുകൾ എന്ത് ചെയ്യില്ല, ഈ ഒരു ദഹനത്തിന് വേണ്ടി എത്തൂല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ബൈൽ ആസിഡുകൾ അല്ലേ, നമുക്ക് പൊതുവായിട്ട് അറിയാം, LFT ഒക്കെ ചെയ്യുന്ന ആളുകൾ പല ആളുകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബൈൽ ആസിഡുകളിൽ, ബൈൽ പിഗ്മെൻറ്റുകളിലൊക്കെ കുറവുണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം അവിടെ നിന്ന് ബ്ലോക്കേജ്, അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ കല്ല് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിത്തസഞ്ചിയിൽ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ലിവറിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബൈലിൻ്റെ പ്രൊഡക്ഷനിലൊക്കെ നല്ല മാറ്റം വരും. അതും ഈ പറഞ്ഞതുപോലെ ഫാറ്റിൻ്റെ ഈ ഒരു അബ്സോർപ്ഷനും ഡൈജഷനും നല്ലോണം ബാധിക്കുന്നുള്ളതാണ്. ഇനി അതുമല്ല, ഇതൊക്കെ ഓക്കെയാണ്, നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നമ്മുടെ കുടൽ എന്ത് ചെയ്യുന്നില്ല, കുടലിലാണ് ആഗിരണം ചെയ്യുക. ഈ ഫാറ്റും നല്ല സാധനങ്ങളും മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെ ആഗിരണം ചെയ്യൽ ഈ കുടലുകളിലാണ്. ഈ കുടലുകൾ നല്ല പ്രോപ്പറല്ല, അവിടെ അൾസറേറ്റീവ് കൊളൈറ്റിസോ, സീലിക് ഡിസീസോ അങ്ങനെ പല രീതിയിൽ ബുദ്ധിമുട്ടുകളുണ്ട്, അവിടെ ആകെ ഡാമേജാണ്.
അങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് അബ്സോർപ്ഷൻ നടക്കില്ല. ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫാറ്റ് ശരീരം എന്ത് ചെയ്യില്ല, വേണ്ടതൊന്നും അബ്സോർബ് ചെയ്തില്ല. അത് നല്ല രീതിയിൽ എന്ത് ചെയ്യും, നമ്മളെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പല കാരണങ്ങളിലൂടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഫാറ്റി ആയിട്ടുള്ള സ്റ്റൂള് പാസ് ചെയ്യുന്ന ഒരവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ദഹിക്കാത്തതും ദഹിച്ചതുമായിട്ടുള്ള ഫാറ്റ് മലത്തിലൂടെ പാസ് ചെയ്തു പോയും അത് ബാഡ് സ്മെൽ ഉണ്ടാക്കുകയും അതിൻ്റെ അസ്വസ്ഥതകൾ നല്ല രീതിയിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രധാന റീസൺ നോക്കുകയാണെങ്കിൽ ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും ഇത് നേരിടുന്നുണ്ട്, പല രീതികളിൽ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അതിലെടുത്ത് പറയാനുള്ളത് ഡൈജസ്റ്റീവ് എൻസൈം പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലതാണ്. പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ചില ആളുകൾ അതേപോലെ പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്, അത് കറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ പ്രോട്ടീൻ ഡൈജഷനെ നല്ലോണം ഡാമേജ് ആക്കി കളയുന്ന സംഗതിയാണ്. അപ്പോൾ തന്നെ അതുകൊണ്ടാണ് പല ആളുകൾ ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഹെവിനെസ് പോലെ തോന്നുക, ശരിയായ രീതിയിൽ ദഹിക്കാത്ത പോലൊക്കെ അനുഭവപ്പെടുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, ഈ ദഹിക്കാത്ത ഭക്ഷണങ്ങൾ എന്ത് ചെയ്യും, ഇൻറ്റസ്റ്റൈനിലൂടെ പാസ് ചെയ്തു പോകും. ഇൻറ്റസ്റ്റൈനിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്യൂട്രിഫാക്ഷൻ സംഭവിക്കുകയും അവിടെ ബാഡ് ബാക്ടീരിയ ഗുഡ് ബാക്ടീരിയ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഈ ബാഡ് ബാക്ടീരിയ ആണെങ്കിൽ അത് കൂടുതലായിട്ട് വളരുന്ന അവസ്ഥ വരും, അല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മല അവിടെ കുറേ നേരം കെട്ടിക്കിടന്നാൽ തന്നെ ഇൻഫെക്ഷൻ ആവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ അതിന് അസോസിയേറ്റഡ് അതിനകത്ത് നിയറസ്റ്റ് ആയിട്ടുണ്ടാകുന്ന ഇൻറ്റസ്റ്റൈനൽ ലൈനിങ്ങിൽ എന്ത് ചെയ്യും, ഈ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷൻ വരും. അപ്പോൾ അവിടെ ടൈറ്റ് ജംഗ്ഷൻ ഉണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കാൻ ഇതൊരു ടൈറ്റ് ജംഗ്ഷൻ പാസ് വേ ആണ്, അല്ലെങ്കിൽ പാസേജ് ആണ് ഈ പറഞ്ഞ ഇൻറ്റസ്റ്റൈൻ എന്നുള്ളത്. അതായത് ആ ഇൻറ്റസ്റ്റൈനിലൂടെ ഒരു സംഗതി പോയിട്ടുണ്ടെങ്കിൽ അതിന് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഉള്ളിലോട്ട് ലീക്കായിട്ട് പോയില്ല. അത്രയും ടൈറ്റ് പാക്കഡ് ആയിട്ട് സ്ട്രോങ് ബിൽഡിംഗ് ആണ് അവിടെ ഉള്ളത് എന്നുള്ളത്. പക്ഷേ അവിടെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ടൈറ്റ് അതൊക്കെ ലീക്കായിട്ട് പോകും, അതൊക്കെ ലൂസായി പോകും. ആ ലൂസായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിലുണ്ടാകുന്ന പല കെമിക്കൽസുകൾ, പല ടോക്സിക് സബ്സ്റ്റൻസുകൾ, അതുപോലെ പല മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും, ബ്ലഡിലേക്ക് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യുന്ന അവസ്ഥ വരും. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക, നമുക്ക് ഇൻഫെക്ഷൻ നല്ല രീതിയിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഏറ്റവും കൂടുതൽ കൂടാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. മൈഗ്രെയിൻ വരാൻ റീസൺ ഏതാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലീക്കി ഗട്ട് എന്ന് പറയുന്ന കണ്ടീഷനാണ്. എസ്പെഷ്യലി റൊമാറ്റിക് ആർത്രൈറ്റിസും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു മരുന്ന് കൊണ്ട് അല്ലെങ്കിൽ കാലാകാലം എസ്പെഷ്യലി അലർജി പോലെയുള്ളതൊക്കെ, ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റസ്റ്റൈനാണ്, നമ്മുടെ ദഹനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ പല ആളുകൾക്കും ഈ ഡൈജസ്റ്റീവ് എൻസൈം പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണം ദഹിക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ദഹിച്ച് അത് നമുക്ക് ബോഡിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫാറ്റിൻ്റെ പ്രശ്നം എന്നുള്ളതല്ലേ. അപ്പോൾ ഈ ഫാറ്റ് ശരിക്കും നമ്മൾ എത്തിയാൽ എന്താ സംഭവിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്, വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, അങ്ങനെ പല ഉണ്ട്, ഇ ഉണ്ട്, പിന്നെ കെ ഉണ്ട്, അങ്ങനെ എ ഉണ്ട്. ഇതൊക്കെ എന്താണ്, എ ഡി ഇ കെ, ഇതെല്ലാം എന്താണ് ഈ ഫാറ്റ് സോയിലബിൾ വൈറ്റമിൻസ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഫാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ വൈറ്റമിൻസിൻ്റെ അബ്സോർപ്ഷൻ കുറയും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അൺവാണ്ടഡ് ആയിട്ട് ബ്ലീഡിങ് നടക്കുന്ന സാഹചര്യം കൂടും. അതുപോലെ രാത്രി സമയത്ത് കാഴ്ച കുറയുന്ന അവസ്ഥ വരും. അതുപോലെ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ഷീണവും കാര്യങ്ങളും, കൈയും കാല് വേദനയും, ഇമ്മ്യൂണിറ്റി ലോസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുക അത് പറയുമ്പോൾ, കാരണം അത് എപ്പോഴും പല ആളുകൾക്കും വൈറ്റമിൻ ഡി കുറയുന്നത് വെയിൽ കൊള്ളാഞ്ഞിട്ടും കൂടെ അല്ല. ഈ പറഞ്ഞതുപോലെ ഫാറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാറ്റിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഡിൻ്റെ അളവ് നല്ല രീതിയിൽ കുറവ് വരും. അപ്പോൾ അത് റീസൺ നോക്കിയിട്ട് മാത്രം ഇങ്ങനത്തെ കണ്ടീഷൻ നമ്മൾ സ്വീകരിക്കും. കാരണം പല ആളുകളെടുത്ത് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിലും ഇത് കാണും, ഈ വയറിൻ്റെ പ്രശ്നം, വിറ്റാമിൻ ഡിൻ്റെ കുറവും അസോസിയേറ്റഡ് ആയിട്ട് രണ്ടും പല ആളുകളിൽ നിന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഡൈജഷൻ്റെ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടാണോ അല്ല എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പ് വരുത്തൽ വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല ടെസ്റ്റുകളുണ്ട്, നമുക്കത് ചെയ്യാൻ പറ്റും. വൈറ്റമിൻ ഡിയും അല്ല അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റൂൾ അനാലിസിസ് നടത്താൻ പറ്റും. അതിനൊക്കെ അങ്ങനെ ഓരോ ഡിപ്പെൻഡൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനേഷനുകൾ, ഇൻവെസ്റ്റിഗേഷനൊക്കെ നമുക്ക് നടത്താൻ പറ്റും. അതിന് തന്നെ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ ഓയിലി ആയിട്ടുള്ള നല്ല ഫാറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുക. പ്രോട്ടീൻ റിച്ച് ആയതും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നല്ലോണം കഴിക്കുക. അതുപോലെ നല്ല മിനറൽസിൻ്റെ സപ്ലിമെൻറ്റുകൾ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ എപ്പോഴും എന്ത് ചെയ്യണം, ഇതൊരു വലിയൊരു കേസാണ്. കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡോക്ടർ നിർദ്ദേശത്തിൽ അവരെ സജഷൻ സ്വീകരിച്ചിട്ട് മാത്രം എന്ത് ചെയ്യണം, നമുക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ പെട്ടെന്ന് പോയിട്ട് നമ്മൾ ഗ്യാസിന് ഗുളിക കുടിക്കരുത്. ഗ്യാസിന് ഗുളിക കുടിച്ചാൽ എന്താ സംഭവിക്കുക, നമ്മുടെ ഈ PPI ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉണ്ടാകുന്ന ആസിഡിൻ്റെ അളവ് നമ്മൾ കുറക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും
ഗ്യാസിൻ്റെ പ്രശ്നം വരും, ദഹനക്കേട് അതുമൂലം വേറെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഗ്യാസിനും നിങ്ങൾ ഒരേ മരുന്ന് കഴിക്കരുത്. എന്തുകൊണ്ട് ഗ്യാസ് വന്നോ, അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, മറ്റെന്തെങ്കിലും ഇഷ്യൂസുകളുണ്ടോ, ഇതെല്ലതും പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്യാസിൻ്റെ മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് വെരി 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 ഡേഞ്ചറാണ്. നമ്മളത് തള്ളിക്കളയരുത്, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇന്ന് ഈ പറഞ്ഞതുപോലെ മരുന്ന് കുടിച്ചിട്ട്, ഗ്യാസിൻ്റെ മരുന്ന് കുടിച്ചിട്ട് പല ആളുകളും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള. കാരണം അവർക്ക് തോന്നിയതുപോലെ തോന്നിയ സമയത്ത് ഇത് കുടിക്കുക അല്ലെങ്കിൽ കഴിക്കുക എന്നുള്ള ഒരു ടെൻഡൻസി ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, ഗ്യാസാണ് പല ആളുകൾക്കും പല ഡൗട്ട് എന്ന് പറയാം. എൻ്റെ അടുത്ത് എപ്പോഴും വരുന്നൊരു കേസാണ് ഗ്യാസിൻ്റെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംശയങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, കൂടുതലൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. താങ്ക് യു.